കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സൗരസൗരന്മാർക്കും ഞാൻ സ്നേഹവന്ദനം പറയുകയാണ്. പ്രിയ സൗരസൗരന്മാർ, ഇന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു കത്തോലിക്ക സഹോദരനോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ ഈ യേശുക്രിസ്തുവിനെ ബഹുമാനിക്കാതെ മറിയത്തെ എത്രമാത്രം ബഹുമാനിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ ബഹുമാനിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അപ്പം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിനേക്കാൾ അധികമായി കത്തോലിക്കർ മറിയത്തെ ബഹുമാനിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരുപക്ഷെ അത് വേദപുസ്തകം എന്തു പറയുന്നു എന്നുള്ള കാര്യം പരിശോധിക്കാത്തത് കൊണ്ട് അന്ധമായിട്ട് അവരങ്ങനെ ചെയ്യുന്നതായിരിക്കാം. എന്നാൽ അത് അവരെ യേശുക്രിസ്തുവിനേക്കാൾ അധികമായിട്ട് മറിയത്തെ മാത്രം അവർ ബഹുമാനിക്കുന്നു എന്നുള്ളതാണ്. അത് ഞാനിങ്ങനെ പറയാം. വേദപുസ്തകത്തിൽ പരിശുദ്ധൻ എന്ന ആ പദം ഉപയോഗിച്ചിരിക്കുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടും കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടിയിട്ടുമാണ്. ദൈവത്തെ നമ്മൾ പരിശുദ്ധൻ എന്ന് സംബോധന ചെയ്യാറുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിനെ പരിശുദ്ധൻ എന്ന് സംബോധന ചെയ്യാറില്ല. പക്ഷേ യേശുക്രിസ്തു പരിശുദ്ധനാണെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. എന്നാൽ മറിയ പരിശുദ്ധയാണെന്ന് കത്തോലിക്കർ പറയുന്നു, വേദപുസ്തകം പറയുന്നില്ല. അപ്പോൾ യേശുക്രിസ്തുവിനെ പരിശുദ്ധനെന്ന് വേദപുസ്തകം പറയുന്നു, ദൈവത്തെ പരിശുദ്ധനെന്ന് വേദപുസ്തകം പറയുന്നു. എന്നാൽ മറിയ പരിശുദ്ധയാണെന്ന് വേദപുസ്തകം പറയുന്നില്ല. അപ്പോൾ പരിശുദ്ധയായ കന്യക മറിയം എന്നാണ് കത്തോലിക്കർ പറയുന്നത്. അപ്പോൾ പരിശുദ്ധനായ യേശുക്രിസ്തു എന്ന കത്തോലിക്കർ പറയുന്നില്ല. പരിശുദ്ധനായ യേശു എന്നോ പരിശുദ്ധനായ യേശുക്രിസ്തു എന്നോ കത്തോലിക്കരും മറ്റ് ക്രിസ്തീയ മതക്കാരും പറയുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ വേദപുസ്തകത്തിൽ പരിശുദ്ധൻ എന്ന് പറയുന്നത് ദൈവത്തെയും യേശുക്രിസ്തുവിനെയുമാണ് പരിശുദ്ധൻ എന്ന് പറയുന്നത്. മറിയത്തെ വിശുദ്ധയാണെന്ന് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം 1-ാം നൂറ്റാണ്ടിൽ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത സമയത്ത് യേശുക്രിസ്തുവിനെ പറഞ്ഞ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവർ യെരുശലേമിൽ കൂടിയിരുന്ന് 120 പേരുള്ള ഒരു സംഘം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സംഘത്തിനകത്ത് യേശുക്രിസ്തുവിനെ പ്രസവിച്ച യേശുവിൻ്റെ അമ്മയായ മറിയ ഉണ്ടായിരുന്നു. അപ്പോൾ 120 വിശുദ്ധന്മാർ കൂടിയിരിക്കുന്ന ആ കൂട്ടത്തിൽ മറിയ ഉണ്ടായിരുന്നതുകൊണ്ട്, ആ വിശുദ്ധ സംഘത്തിൽ മറിയ ഉണ്ടായിരുന്നതുകൊണ്ട് മറിയ വിശുദ്ധയാണെന്ന് പറയാം. പക്ഷെ മറിയ പരിശുദ്ധയാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം വേദപുസ്തകം മറിയയെ പരിശുദ്ധ എന്ന് പറയുന്നില്ല. ഈ മറിയ തന്നെ പറഞ്ഞത് എന്താണെന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 46 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ മറിയ സംസാരിച്ച കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ 49-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് മറിയ പറഞ്ഞത്: ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധൻ തന്നെ. അപ്പോൾ മറിയ പറഞ്ഞത് ശക്തനായവൻ എന്ന് പറഞ്ഞാൽ ദൈവം, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. എന്താണ് മറിയയിലൂടെ ദൈവം ചെയ്ത വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ജഡാവതാരം ചെയ്യുവാനായിട്ട് യേശുവിനെ ഗർഭം ധരിക്കുവാനുള്ള ഭാഗ്യപദവി ദൈവം മറിയയ്ക്ക് നൽകി എന്നുള്ളതാണ്. അപ്പോൾ ദൈവം അങ്ങനെ ഒരു ഭാഗ്യം അവൾക്ക് നൽകിയതുകൊണ്ട്, യേശുവിനെ പ്രസവിക്കുവാനുള്ള ഭാഗ്യം അവൾക്ക് നൽകിയതുകൊണ്ട് മറിയ പറയുകയാണ്, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധൻ തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമാണെന്ന് മറിയ പറയുകയാണ്. പക്ഷേ ഇന്ന് കത്തോലിക്കർ പറയുന്നത് മറിയയുടെ നാമം പരിശുദ്ധമാണെന്നാണ്. അപ്പോൾ പരിശുദ്ധ കന്യക മറിയം അല്ലെങ്കിൽ പരിശുദ്ധ മറിയം എന്നാണ് കത്തോലിക്കർ പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു പരിശുദ്ധനാണെന്ന് വേദപുസ്തകത്തിൽ 10 പ്രാവശ്യം പറയുന്നുണ്ട്. പക്ഷെ കത്തോലിക്കർ യേശു പരിശുദ്ധനാണെന്ന് പറയുന്നേയില്ല. പരിശുദ്ധനായ യേശു എന്നോ പരിശുദ്ധനായ യേശുക്രിസ്തു എന്നോ
ആരും പറയുന്നില്ല. എന്നാൽ വേദപുസ്തകം പറയുന്നത് യേശുക്രിസ്തു പരിശുദ്ധനാണെന്നാണ്. പരിശുദ്ധനല്ലാത്ത കന്യകമറിയത്തെ പരിശുദ്ധയായ കന്യകമറിയം എന്ന് പറയുമ്പോൾ പരിശുദ്ധനായ യേശുവിനെ പരിശുദ്ധനായ യേശു എന്ന് ആരും പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം യേശുവിനേക്കാൾ കൂടുതലായി മറിയത്തിന് മഹത്വം കൊടുക്കുകയും മറിയത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ പിശാച് പോലും അല്ലെങ്കിൽ ദുരാത്മാവ് ബാധിച്ച അല്ലെങ്കിൽ ദുരാത്മാവ് പോലും യേശുക്രിസ്തുവിൻ്റെ പരസ്യശ്രൂഷ സമയത്ത് യേശുക്രിസ്തു ഒരിക്കൽ പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ ദുരാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അത് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ആ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: യേശു കവർന്നൗമിലേക്ക് പോയി ശവത്തിൽ അവരുടെ പള്ളിയിൽ ചെന്നു. അവിടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ചു, നസറേനായ യേശുവേ, ഞങ്ങൾക്ക് നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? നീ ആർ എന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. ഈ ദുരാത്മാവ് അല്ലെങ്കിൽ പൈശാചിക ആത്മാവുള്ള ഈ മനുഷ്യൻ പോലും യേശുവിനെ വിളിച്ചത് പരിശുദ്ധൻ എന്നാണ്. നീ ആരാണെന്ന് എനിക്കറിയാം, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് എന്ന് ദുരാത്മാവ് പോലും പറയുകയാണ്. പിശാച് പോലും യേശുവിൻ്റെ പരിശുദ്ധത അംഗീകരിക്കുകയും പരിശുദ്ധൻ എന്ന് സംബോധന ചെയ്യുകയും ചെയ്യുകയാണ്. എന്നാൽ ഈ ദുരാത്മാവ് അല്ലെങ്കിൽ പിശാച് യേശുവിനെ ബഹുമാനിക്കുന്ന അത്ര പോലും ഇന്നത്തെ കത്തോലിക്കർ ബഹുമാനിക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. അത്രമാത്രം അജ്ഞതയിലാണ് ഈ കത്തോലിക്ക സമൂഹം എന്നുള്ളത്. പ്രിയ സഹോദരന്മാരെ, ഈ പരിശുദ്ധൻ എന്ന് 10 പ്രാവശ്യം യേശുക്രിസ്തുവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പത്രോസിൻ്റെ 1-ാമത്തെ പ്രസംഗത്തിൽ തന്നെ മറിയ ഉൾപ്പെടെയുള്ള 120 പേരുള്ള സംഘം ഇരിക്കുന്ന ആ സംഘത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് അവരെല്ലാവരും അഭിഷേകം പ്രാപിച്ചു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. മറിയയും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ അവരുടെ മധ്യ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്ന ആ പ്രസംഗത്തിലൂടെ ആ പ്രസംഗം പ്രസംഗിക്കുന്ന സമയത്ത് മറിയ ആ കൂട്ടത്തിൽ ഇരിപ്പുണ്ടെന്നുള്ളതാണ്. അപ്പം മറിയ ഇരിക്കുന്ന സമൂഹത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ 1-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തിയുടെ 2-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തെ ഞാൻ വായിക്കാം. അങ്ങനെയാണ്: നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. അത് ദാവീദ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യേശുക്രിസ്തുവിനെ കുറിച്ച് മുൻകൂട്ടി പ്രവചിച്ച ഒരു സങ്കീർത്തന വാക്യം എടുത്തുകൊണ്ടാണ് പത്രോസ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് യേശുക്രിസ്തു എന്ന് ദാവീദ് യേശുക്രിസ്തുവിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവിൽ പ്രവചിച്ചു എന്നറിയാം. ആ കാര്യമാണ് പത്രോസ് പറയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധനായ യേശുവിനെ ദ്രവത്വം കാണുവാൻ ദൈവം സമ്മതിച്ചില്ല. അപ്പോൾ യേശുക്രിസ്തു പരിശുദ്ധനാണെന്ന് 3-ാം അധ്യായത്തിൽ പത്രോസ് അപ്പോസ്തലൻ 2-3 പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധനും നീതിമാനുമായവനെ അവർ കൊന്നുകളഞ്ഞു. അപ്പോൾ യേശുക്രിസ്തുവിനെ പരിശുദ്ധൻ എന്ന് പത്രോസ് പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ മറിയയും ഇരിപ്പുണ്ട് എന്നുള്ളതാണ്. അപ്പം യേശു പരിശുദ്ധനാണെന്നും ദൈവം പരിശുദ്ധനാണെന്നും വേദപുസ്തകം പറയുന്നു. മറിയ പരിശുദ്ധയാണെന്ന് വേദപുസ്തകം പറയുന്നില്ല. അപ്പോൾ മറിയ വിശുദ്ധയാണ്, കാരണം വിശുദ്ധന്മാരുടെ സംഘത്തിൽ ഉൾപ്പെട്ടവളാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്ന് സകലരും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് സകലരും പെന്തക്കോസ്തുകാരായി മാറിയപ്പോൾ ആ പെന്തക്കോസ്തുകാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് യേശുവിനെ പ്രസവിച്ച യേശുവിൻ്റെ അമ്മയായ മറിയ. അതുകൊണ്ട് വിശ്വാസികളെയെല്ലാം വിശുദ്ധന്മാരെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവരെല്ലാം വിശുദ്ധന്മാരെന്ന് പറയുന്നത് കൊണ്ട് മറിയ വിശുദ്ധ കന്യക മറിയം എന്ന് വേണമെങ്കിൽ പറയാം. വിശുദ്ധ കന്യക മറിയം എന്ന് പറയേണ്ടതിന് പകരം പരിശുദ്ധ കന്യക മറിയം എന്നാണ് കത്തോലിക്കർ പറയുന്നത്. അപ്പോൾ പരിശുദ്ധ കന്യക മറിയം എന്ന് വേദപുസ്തകം പറയുന്നില്ല. പരിശുദ്ധൻ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെയും പിതാവായ ദൈവത്തെയുമാണ് പരിശുദ്ധൻ എന്ന് പറയുന്നത്.
യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിൽ യേശുക്രിസ്തു 2 വട്ടം ദൈവത്തെ പരിശുദ്ധ പിതാവേ എന്ന് വിളിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെ 10 പ്രാവശ്യം വേദപുസ്തകം ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് പറയുന്നുണ്ട്. എന്നാൽ മറിയയെ ഒരു പ്രാവശ്യം പോലും പരിശുദ്ധ എന്ന് വേദപുസ്തകം പറയുന്നില്ല. അപ്പോൾ പരിശുദ്ധ എന്ന് പറയാത്ത പരിശുദ്ധ എന്ന പദവി ദൈവത്തിനും കർത്താവായ യേശുക്രിസ്തുവിനും മാത്രമേ ഉള്ളൂ. ആ പദവി മറിയയ്ക്കില്ല. അപ്പം മറിയയ്ക്കില്ലാത്ത പരിശുദ്ധ പദവി കത്തോലിക്കർ മറിയയ്ക്ക് നൽകുകയും പരിശുദ്ധൻ എന്ന പദവിയുള്ള കർത്താവായ യേശുക്രിസ്തുവിനെ പരിശുദ്ധൻ എന്ന് അവർ വിളിക്കുകയും സംബോധന ചെയ്യുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവർ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധനായ യേശു എന്നവർ പറയില്ല. പക്ഷെ മറിയയെക്കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധയായ കന്യകമറിയം എന്ന് പറയും. അപ്പോൾ ഈ ഒരു പിശാച് പോലും അല്ലെങ്കിൽ ദുരാത്മാവ് പോലും യേശുവിനെ നീ ആരെന്ന് ഞാൻ അറിയുന്നു, നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറയുന്നു. അപ്പോൾ ഒരു പിശാച് യേശുവിനെ ബഹുമാനിക്കുന്ന അത്ര പോലും കത്തോലിക്കർ യേശുവിനെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് കത്തോലിക്കർക്കിടെ ഒരു ധ്യാനകേന്ദ്രമുണ്ട്, കൃപാസനം എന്ന് പറയുന്ന, ആലപ്പുഴയ്ക്കടുത്ത്. അവിടെ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന കൃപാസനം എന്ന് പറയുന്ന ഒരു പത്രമുണ്ട്. ആ കൃപാസനം പത്രത്തിൻ്റെ എഡിറ്റോറിയൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: യേശുക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് ഉള്ളത്. ഈ പത്രിക വിതരണം ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം യേശുക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുക എന്ന് മാത്രമാണ് ഉള്ളത് എന്നാണ് അതിനകത്ത് എഴുതിയേക്കുന്നത്. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ അറിയാം. എന്നിട്ട് ആ പത്രികയിൽ ഒന്നും യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു വാക്ക് പോലും അവർ എഴുതുന്നില്ല, പ്രസിദ്ധീകരിക്കുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് മറിയയെക്കുറിച്ച്, മാതാവിനെക്കുറിച്ച്, യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് മാത്രമേ അതിനകത്ത് എഴുതുന്നുള്ളൂ. പക്ഷെ അതിനകത്ത് ആദ്യം അവർ എഴുതിയിരിക്കുന്നത് യേശുവിനെക്കുറിച്ച് ഈ ലോകത്തിന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പത്രികയുടെ ലക്ഷ്യം എന്നും പറഞ്ഞാണ് അവർ എഴുതിയേക്കണം. പക്ഷെ എന്നിട്ട് അവർ ചെയ്യുന്നത് എന്താ അറിയോ? അതിനകത്ത് ഒരു കാര്യം പോലും യേശുക്രിസ്തുവിനെക്കുറിച്ച് എഴുതിയിട്ടില്ല, യേശുക്രിസ്തുവിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. എന്നാൽ പരിശുദ്ധ അമ്മയെക്കുറിച്ചും പരിശുദ്ധ മറിയത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ അമ്മയെക്കുറിച്ചും ഒക്കെയാണ് അതിനകത്ത് എഴുതിയേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ കത്തോലിക്കരെന്ന് പറയുന്ന ആ മതസമൂഹം, അവരെ ക്രിസ്ത്യാനികൾ എന്ന് പോലും സംബോധന ചെയ്യാൻ പറ്റത്തില്ല. ആ മതസമൂഹം പരിശുദ്ധനായ യേശുവിനെ പരിശുദ്ധനെന്ന് അംഗീകരിക്കാതെ, എന്തിന് യേശുവിനെ യേശുവായിട്ട് പോലും അംഗീകരിക്കാതെ, രക്ഷകനായിട്ട് അംഗീകരിക്കാതെ ഈ മറിയത്തെ പരിശുദ്ധയാക്കുകയും മറിയത്തെ പരിശുദ്ധ കന്യകമറിയം എന്ന് പറഞ്ഞ് പരിശുദ്ധ കന്യകമറിയമ്മനെ ആരാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പിശാച് പോലും യേശുവിനെ ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് സംബോധന ചെയ്യുമ്പോൾ അത്ര ബഹുമാനം പോലും ഈ കത്തോലിക്കർ യേശുവിന് കൊടുക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന ഒരു കത്തോലിക്ക സഹോദരൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ പൊന്നു സഹോദര സഹോദരി, ഞാൻ നിങ്ങളോട് പറയാം, ദൈവം നമുക്ക് എഴുതി തന്നിരിക്കുന്ന, നമുക്ക് നൽകിയിരിക്കുന്ന ഈ പ്രമാണത്തിന് വിരുദ്ധമായി പരിശുദ്ധനായ ദൈവവും പരിശുദ്ധനായ കർത്താവും അവർ രണ്ടുപേരും മാത്രമാണ് പരിശുദ്ധം. അതുകൊണ്ടാണ് മറിയ പറഞ്ഞത്, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തു, അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. ഒന്നല്ലെങ്കിൽ മറിയ പറഞ്ഞതെങ്കിലും നിങ്ങൾ അംഗീകരിക്കണം. മറിയ പറഞ്ഞത് ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമാണെന്നാണ്. മറിയയുടെ നാമം പരിശുദ്ധമാണെന്ന് മറിയ പറഞ്ഞില്ല. പത്രോസിൻ്റെ പ്രസംഗത്തിൽ, ആ പ്രസംഗം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ മറിയ ഉണ്ടായിരുന്നു. അപ്പം മറിയയുടെ ആ പ്രസംഗ സമയത്ത് മറിയ ഇരിക്കുന്ന ആ സമൂഹത്തിൽ പത്രോസ് യേശുവിനെയാണ് പരിശുദ്ധൻ എന്ന് പറയുന്നത്. അപ്പോൾ വേദപുസ്തകം യേശുവിനെ പരിശുദ്ധൻ എന്ന് പറയുന്നു എങ്കിലും ആരും പരിശുദ്ധനായ യേശുക്രിസ്തു എന്ന് പറയുന്നില്ല. മറിച്ച് പരിശുദ്ധയായ മറിയം, പരിശുദ്ധയായ കന്യകമറിയം എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറയാം, മറിയ പരിശുദ്ധയല്ല, മറിയ വിശുദ്ധ സ്ത്രീയാണ്. വിശുദ്ധ മറിയം എന്ന് പറയാം. പരിശുദ്ധ മറിയം എന്ന് പറയുന്നത് വേദപുസ്തകത്തിനെതിരാണ്. പരിശുദ്ധനായ യേശുവാണ്, പരിശുദ്ധനായ ദൈവമാണ്, പരിശുദ്ധയായ കന്യകമറിയമല്ല. ഇതാണ് വേദപുസ്തകം നമുക്ക് നൽകുന്ന സന്ദേശം. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദൈവം അനുവദിക്കുന്ന പക്ഷം മറ്റൊരു വീഡിയോയിൽ കാണാം.
ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.